നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കിയ വൻകിട കപ്പൽ കമ്പനികളുടെ എണ്ണം 5ആയി. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി OOCL, മെർസക്, CMMCGM, ഹെപ്പക് ലോയിഡ് തുടങ്ങിയ ഷിപ്പിംഗ് കമ്പനികളാണ് സർവീസ് നിർത്തിയിരിക്കുന്നത്. ആക്രമണം ഭയന്ന് മെർസക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്ക് നീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചത്. OOCL ഇസ്രായേലിലേക്ക് ഒരു വഴിയിലൂടെയും സർവീസ് നടത്തില്ലെന്നും പ്രഖ്യാപിച്ചു. ബാക്കിയെല്ലാം മറ്റു റൂട്ടുകൾ തേടും. ചെങ്കടലിൽ ഹൂതി ഭീഷണി മുൻനിർത്തി മിക്ക ഷിപ്പിംഗ് കമ്പനികളും ചരക്ക് നീക്കം ഉപേക്ഷിച്ചത് അമേരിക്കയ്ക്ക്, യൂറോപ്പിനും ഇസ്രായേലിനും വൻ തിരിച്ചടിയായി. കപ്പലുകൾക്കായി സുരക്ഷാ സേന വിപുലപ്പെടുത്താൻ ചർച്ചയ്ക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉടൻ പശ്ചിമേഷ്യയിലെത്തും. എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ. അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനിടയിലൂടെയുള്ള കടലിടുക്കാണ് ബാബ് അൽ മന്ദം. 32 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്ക് എത്താം. ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്ക് വഴിയും ഇതാണ്. പ്രതിവർഷം 17,000 കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ 10% ഇതുവഴി കടന്നു പോകുന്നു. ഈ വഴി ഇല്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചകൾ അധികം എടുക്കും. ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി പോകണം. ക്രിസ്മസ് കാലം അടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണിത്. ഈ സമയം ചരക്ക് കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. ആക്രമണ ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാസയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും ലഭിച്ചില്ലെങ്കിൽ ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന ഏത് രാജ്യക്കാരുടെ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വക്താവ് യഹിയ സാരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ചെങ്കടലിൽ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഭീഷണി. ഇസ്രായേൽ തുറമുഖങ്ങളുമായി ഇടപെടുന്നതിനെതിരെ എല്ലാ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഗാസയിലെ പലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. മറ്റ് രാജ്യങ്ങൾ ഹൂതികളെ നിയന്ത്രിക്കാൻ ശ്രമം നടത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നും ഇസ്രായേൽ സൈന്യവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിലേക്കുള്ള കപ്പൽ 2 ആഴ്ച മുൻപ് ഹൂതികൾ പിടിച്ചിരുന്നു. ചെങ്കടലിലൂടെ ചരക്കുമായി പോയ കപ്പലാണ് ഹൂതികൾ പിടികൂടിയത്. വിനോദ ആവശ്യങ്ങൾക്കായി ആ കപ്പൽ ഉപയോഗിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നു. യമനിലെ വിമത സംഘമാണ് ഹൂതികൾ. ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇറാൻ പിന്തുണയുള്ള വിമത സംഘം നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. ബുധനാഴ്ച ചെങ്കടലിന് മുകളിലൂടെ ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ചിട്ടതാണ് ഏറ്റവും പുതിയ ആക്രമണം. ഇസ്രായേൽ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ ഇസ്രായേലി വ്യവസായികളുമായി ബന്ധമുള്ളതോ ആണെന്ന് ആരോപിക്കപ്പെടുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് അവർ നിരവധി കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലി കപ്പലുകളുമായോ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളുമായോ അനുഗമിക്കാൻ അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് സൈനിക സേനകൾക്ക് അവകാശമില്ലെന്ന് ഹൂതി ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അലി അൽ ഹൂത്തി തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഹൂതികളുടെ സമീപകാല ആക്രമണങ്ങളോട് പ്രതികരിക്കരുതെന്ന് ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.